നമ്മുടെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കായിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം വേണ്ടത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അനുഗ്രഹം കിട്ടുന്ന, ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തിന്റെ കാരകൻ നമ്മുടെ പിതൃക്കൾ ശാന്തമാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ശാന്തമായ അവസ്ഥയുണ്ടല്ലോ, ആ ശാന്തമായ അവസ്ഥയ്ക്ക്, ആ സമാധാനത്തിന്റെ അവസ്ഥയ്ക്ക് പിതൃനുഗ്രഹം വേണം. നമ്മൾ അറിയാതെ ചിലപ്പം പഞ്ചാംഗം നോക്കിയതിൽ നമുക്ക് തെറ്റിപ്പോയി, നക്ഷത്രം കണ്ടുപിടിച്ചില്ല. അപ്പൊ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നക്ഷത്രം നോക്കിയത് തെറ്റാവുകയൊക്കെ ചെയ്തുകൊണ്ട് ബലി കാണാതെ പോകാം. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഒക്കെ നമ്മൾ ചെയ്യാറുള്ളത്. നമസ്കാരം, കൈപ്പേശ്ശേരി ഗോവിന്ദമ്പരി. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പലരും ചോദിക്കാറുണ്ട്, പലരും നേരിട്ടും ഫോണിലൂടെയൊക്കെ ചോദിക്കാറുണ്ട്. തിരുമേനി, അച്ഛൻ്റെ ബലിയിടാൻ പറ്റിയില്ല, വിദേശത്തായിരുന്നു, അശുദ്ധായിരുന്നു, ഞങ്ങൾക്ക് മറ്റൊരു പൊലയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് മറ്റൊരു വാലാമ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നൊരവസ്ഥ. അതിനെന്താ പരിഹാരം? ആദ്യം തന്നെ പറയട്ടെ, സ്വന്തം മാതാപിതാക്കളുടെ ബലി എത്ര കാലം ആവുന്ന കാലം വരെ ഇട്ടോളുക. മരിച്ചുപോയ മാതാപിതാക്കളെ നമുക്കറിയാം, നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് അവർക്ക് ഒരു ദിവസമാണ്. എല്ലാ ദിവസവും അവർ ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ്. ഇപ്പം ചില നാട്ടാചാരങ്ങൾ, ചില ദേശത്തിൻ്റെ ആചാരം അനുസരിച്ച് അവരെ ആവാഹിച്ചു ഇനി ബലിയിടണ്ട എന്ന് പറയുന്ന സിസ്റ്റങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ കഴിവതും സ്വന്തം മാതാപിതാക്കളുടെ ബലി ഇട്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് ആദ്യം തന്നെ പറയട്ടെ. ചോദ്യം അതല്ല എങ്കിലും അത് ആദ്യം തന്നെ പറയാം. കാരണം അതിൻ്റെ ഒരു പുണ്യം, അതിൻ്റെ ഒരു പവിത്രത, അതിൽ കിട്ടുന്ന ഒരു ഭാഗ്യം, അതിലൂടെ കിട്ടുന്ന കുട്ടികൾക്ക് കിട്ടുന്ന അനുഗ്രഹം, നമ്മുടെ പരമ്പരയ്ക്ക് കിട്ടുന്ന അനുഗ്രഹം കേമാണേ, വളരെ കേമാണ്, സംശയമൊന്നുമില്ല, അത്ര കേമാണ്. ഇനി നമ്മുടെ സംശയം എന്താ ചോദ്യം? മിഥുനമാസത്തില് രോഹിണി നക്ഷത്രത്തിലാണ് പിതാവ് മരിച്ചത്. ഈ മിഥുനമാസത്തിൽ രോഹിണി ആയപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റൊരു വാലാമ്മ വന്നു, അപ്പൊ ബലിയിടാവോ? അല്ലെ മറ്റൊരു പുല വന്നു, അപ്പൊ ബലിയിടാവോ? ഇടാൻ പാടില്ല. നമ്മൾ ബലിയിടുന്ന അന്ന് നമ്മൾക്കൊരു വാലാമയോ പുലയോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബലിയിടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ മുട്ടുബലി എന്ന് പറയും. അപ്പൊ മിഥുനമാസത്തിലെ രോഹിണിക്കാണ് ബലി ഉള്ളതെങ്കിൽ അത് കർക്കിടക മാസത്തിലെ രോഹിണിക്ക് ആ ബലി നമ്മൾ ഇട്ട് മുട്ടുബലി, അതായത് മുടങ്ങിപ്പോയ ബലിയെ അങ്ങനെ മുട്ടുബലി എന്ന് പറയുന്ന രീതിയിൽ ഇട്ട് അതാണ് ചെയ്യാറ്. എന്നാ നമ്മൾ ആ സമയത്ത് വിദേശത്താണ്, അങ്ങനെ 3 വർഷത്തെ ബലി ഒരുമിച്ചിടാവോ എന്ന് ചോദിച്ചാൽ അത് രൂപയില്ല, അങ്ങനെ കേട്ടിട്ടില്ല. ഒരു മാസമൊക്കെ, അതൊക്കെ ഇപ്പം ചിലപ്പോൾ സ്ത്രീകൾക്കൊക്കെ അശുദ്ധാദികൾ വരുമ്പോൾ ചിലപ്പോൾ ബലിയുടെ എന്നായിരിക്കും അശുദ്ധം വരുന്നത്. ആ സമയത്ത് അങ്ങനെയൊക്കെ വരുന്ന കാലയളവിൽ ഒക്കെ ചെയ്യാറുണ്ട്, മുട്ടുബലിയായിട്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ അറിയാതെ ചിലപ്പം പഞ്ചാംഗം നോക്കിയതിൽ നമുക്ക് തെറ്റിപ്പോയി, നക്ഷത്രം കണ്ടുപിടിച്ചില്ല. അപ്പൊ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നക്ഷത്രം നോക്കിയത് തെറ്റാവുകയൊക്കെ ചെയ്തുകൊണ്ട് ബലി കാണാതെ പോകാം. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഒക്കെ നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ മുട്ടുബലി എന്ന് പറയുന്ന സങ്കല്പത്തിലാണ്. കാരണം നമ്മുടെ ജീവന്റെ, നമ്മുടെ ആത്മാവിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ പ്രവൃത്തിയുടെ കാരകത്വം എന്ന് പറയുന്നത് പൂർണ്ണമായും മാതാപിതാക്കളിൽ ലയിച്ചു നിൽക്കുന്നതാണ്. ആ മാതാപിതാക്കളിലൂടെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും. ആ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന പുണ്യമായി നിൽക്കുന്ന അനുഗ്രഹം, അനിർവചനീയമായി നിൽക്കുന്ന അനുഗ്രഹം, ആ അനുഗ്രഹത്തിലൂടെ കിട്ടുന്ന ആ ഒരു ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പരമ്പരയെ ഉയർത്തുന്നത്. അതുകൊണ്ട് പിതൃകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മഹത്തരമായ ഒരു പൂജയും കൂടിയാണ്. ആ പിതൃകർമ്മത്തിന് മുടക്കം വരാതെ ചെയ്യുമ്പോഴാണ് ആ പിതാവിന് അല്ലെങ്കിൽ ആ പിതാവിൻ്റെ അല്ലെ ആ പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്ത് തന്നെ. നമ്മുടെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കായിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം വേണ്ടത് തന്നെ പിതൃനുഗ്രഹം തന്നെയാണ്. ദേവാനുഗ്രഹത്തെക്കാൾ കൂടുതൽ കാരണം അത് നമ്മുടെ കുടുംബത്തിലെ തന്നെ മെമ്പറായിരുന്നു. അപ്പൊ ആ ദേവാനുഗ്രഹത്തെക്കാൾ കൂടുതൽ വേണ്ട പിതൃനുഗ്രഹം വേണം. അപ്പൊ അതുകൊണ്ട് ഈ പിതൃകർമ്മങ്ങൾക്കുള്ള പ്രാധാന്യം ഒട്ടും നമ്മുടെ സംസ്കാരത്തിൽ കുറവല്ലാത്തത് കൊണ്ടും നമ്മൾ അത്രയേറെ നമ്മുടെ പിതൃക്കളെ ബഹുമാനിക്കുന്നുണ്ട്, മരിച്ചുപോയവരെ നമ്മൾ അതുപോലെ ബഹുമാനിക്കുന്നത് കൊണ്ടും നമ്മുടെ മാതാപിതാക്കളെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന ബലി
പൂജാദികൾ എന്ന് പറയുന്നത്. നമസ്കാരകൂട്ടാണെങ്കിലും അന്നദാനങ്ങളാണെങ്കിലും അതൊക്കെ അതിനകത്ത് ചേരുന്ന കാര്യങ്ങളാണ്. ആ ഒപ്പം നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് വാലാമ വന്നു, അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ബലിയില്ല എന്നല്ല തീരുമാനിക്കട്ടെ. ആ ബലി നമ്മൾ നടത്തണം, അത് മുടക്കാൻ പാടില്ല, അത് മുട്ടുബലിയായിട്ട് നടത്തണം. അതാ മലയാള മാസം. ഒന്നാമത് നമ്മുടെ ഒരു സംസ്കാരത്തിലേക്ക് എപ്പോഴോ ഈ പിറന്നാളായാലും നമ്മുടെ പിറന്നാളുകളായാലും നമ്മുടെ ബലിയായാലും ഇംഗ്ലീഷ് ഡേറ്റ് പറയുന്നൊരു സ്ഥിതി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുമ്പിൽ വരുമ്പം അടുത്ത 18-ാം തീയതി അവൻ്റെ പിറന്നാൾ എന്ന് പറയും. 18-ാം തീയതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാളല്ലല്ലോ എന്ന് പറയുമ്പം അല്ല, അത് ബർത്ത് ഡേറ്റാണ് ഞങ്ങൾ നോക്കണേ എന്ന് പറയും. അപ്പം ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ, ആ മലയാള മാസത്തിലെ ഇന്ന നക്ഷത്രത്തിലാണ് ഞാൻ ജനിച്ചേ എന്ന് പറയുന്ന പിറന്നാൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ആ മലയാള മാസത്തിലെ ഇന്ന നക്ഷത്രത്തിലാണ് മുത്തശ്ശൻ്റെ ബലി, അച്ഛൻ്റെ ബലി, അമ്മയുടെ ബലി, അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അടുത്ത പരമ്പരയിലേക്കാകുമ്പം നക്ഷത്രം എന്ന് പറഞ്ഞ സാധനം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ആചരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ മലയാള മാസത്തിലെ ആ നക്ഷത്രങ്ങൾ മാത്രം എടുത്ത് കൃത്യമായി മാതാപിതാക്കൾ പറയാവൂ, ചെയ്യാവൂ. നമ്മൾ പറയുന്നതാണ് നമ്മുടെ കുട്ടികളിലേക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ട് ആ നക്ഷത്രം നോക്കി കൃത്യമായി ആ കർമ്മങ്ങൾ ചെയ്ത് അതിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു മോക്ഷാവസ്ഥ, ഏറ്റവും കൂടുതൽ മോക്ഷം കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അനുഗ്രഹം കിട്ടുന്നത്, ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തിൻ്റെ കാരകൻ, നമ്മുടെ പിതൃക്കൾ ശാന്തമാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ശാന്തമായ അവസ്ഥയുണ്ടല്ലോ, ആ ശാന്തമായ അവസ്ഥയ്ക്ക്, ആ സമാധാനത്തിൻ്റെ അവസ്ഥയ്ക്ക് പിതൃനുഗ്രഹം വേണം. അപ്പം ആ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു ലോപവും വേണ്ട എന്നാണ് പറയുന്നത്. കാരണം വർഷത്തിലൊരിക്കലുള്ളൂ, ഒരു ലോപവും വേണ്ട. ഭംഗിയായിട്ടായിക്കോട്ടെ, എത്ര ഭംഗിയായാലും മാക്സിമം ഇത്രയാവുള്ളൂ, ചിലവ് വളരെ ചെറിയാവുള്ളൂ. അപ്പം അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ സനാതന ധർമ്മ വിശ്വാസികൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ചാലകശക്തിയാണ് പിതൃക്കളുടെ അനുഗ്രഹം. ആ ചാലകശക്തിയായി നിൽക്കുന്ന പിതൃക്കളുടെ അനുഗ്രഹത്തിന് അവർക്ക് വേണ്ടത് എന്താണോ പാരമ്പര്യമായി നമ്മൾ പറഞ്ഞു കേട്ട് നമ്മുടെ ഈ ഓരോ തലമുറയും പരിവർത്തനം ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കർമ്മങ്ങൾ, ക്രിയകൾ, അതിൻ്റെ ഭംഗിയോടുകൂടി, അതിൻ്റെ വൃത്തിയോടുകൂടി, അതിൻ്റെ കൃത്യതയോടുകൂടി അത് ചെയ്യുകയും അബദ്ധം വന്നാൽ അത് മുടങ്ങിപ്പോയാൽ പിന്നത്തെ മാസം അതേ നക്ഷത്രത്തെ അത് തുടർന്ന് നടത്തി സമസ്താപരാധം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതാണ് ഈ ബലി മുടങ്ങിയ ചെയ്യുന്ന ചടങ്ങ്. അത് അറിയില്ലാത്തവർക്ക് എത്തിക്കുക, മുടങ്ങിയവർക്ക് നടത്തുക, വീണ്ടും നന്നാക്കുക, ആ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിക്കുക, അതിലൂടെ നന്മ ലഭിക്കുക. അതാണ് ഏറ്റവും അതിലൂടെ ചെയ്യേണ്ട ഒരു അവസ്ഥ. അത് മാത്രമാണ് നമ്മളും ഉദ്ദേശിക്കണേ. അപ്പം അങ്ങനെ പിതൃക്കളെ നമ്മൾ സ്നേഹിച്ച് നമ്മുടെ പരമ്പരയെ രക്ഷിക്കുക. നമസ്കാരം.